എലത്തൂരിൽ 4ാം തവണയും വിജയം ഉറപ്പാണ് എന്ന് LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ. LDFനെതിരായ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും ഭൂരിപക്ഷം ഇപ്പോൾ പറയുന്നില്ലെന്നും ശശീന്ദ്രൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. AK ശശീന്ദ്രൻ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. 4ാം തവണയും എലത്തൂർ ജനത കൂടെ നിൽക്കും എന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായും എലത്തൂരിലെ ജനങ്ങൾ എന്നോടൊപ്പമല്ല, LDFനോടൊപ്പമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്നുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും ഈ കേരളം വികസനത്തിൻ്റെ പാതയിലേക്ക് കുതിക്കാൻ തുടങ്ങിയത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആ വികസന തുടർച്ച ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ആ വികസന തുടർച്ചയ്ക്ക് കരുത്തുറ്റ നേതൃത്വം നൽകാനുള്ള ഒരു സംവിധാനമായി UDFനെ അവരിപ്പോഴും കണക്കാക്കുന്നില്ല. ഈ അപക്വമായ രാഷ്ട്രീയ തന്ത്രങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്ന ഒരു മുന്നണിയായാണ് അവർ UDFനെ കാണുന്നത്. NDA കാണുന്നത് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടാണ്. ചെറുത്തു നിൽക്കാനുള്ള ഏക രാഷ്ട്രീയ സംവിധാനം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിനെ കേരളത്തിൽ മാത്രമാണുള്ളത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ തകർക്കാൻ എലത്തൂരിലെയും കേരളത്തിലെയും വോട്ടർമാർ ഒരുക്കമല്ല എന്നതാണ്. ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് ആധാരമായിട്ടുള്ള രാഷ്ട്രീയ അടിത്തറ ഊഹങ്ങളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലല്ല, രാഷ്ട്രീയ നിലപാടുകളുടെ അളവുകൾ വെച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കഴിഞ്ഞ തവണ 38,000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. ഇത്തവണ എത്രയാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? അത് പോളിങ്ങിലെ പെർസെൻറ്റേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കണക്ക് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് നാളെ ഈ നേരമാകുമ്പോൾ കേരളത്തിൽ LDF ഭരണ തുടർച്ചയിലേക്ക് എന്ന വാർത്ത കൊടുക്കേണ്ടി വരും. അതുപോലെ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളിലേക്ക് വോട്ട് ഏകീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടോ? അത്തരമൊരു കേന്ദ്രീകരണം ഉണ്ടോ ഇല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷമേ വിലയിരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. LDFന് വിരുദ്ധമായ ഒരു ഏകീകരണം ഉണ്ടായി എന്ന് സംശയിക്കുന്നു. 10 കൊല്ലം അനർത്തിരുന്നൊരു കക്ഷി, ഒരു മുന്നണി വീണ്ടും ജനവിധി തേടാൻ പോകുമ്പോൾ തുല്യനിലയിൽ നിൽക്കുന്നു എന്നൊരു ഇത് വരുന്നത് തന്നെ അത് A+ ആണ്. ഇനി A++ലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്നു. തീർച്ചയായും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് പറയാമോ? അത് തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉള്ളൂ അതിനെപ്പറ്റിയുള്ള ചർച്ച. കാരണം MLA-മാർക്ക് എല്ലാവർക്കും അതിന് അർഹതയുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ സംവിധാനമൊക്കെ ആലോചിച്ച് അതിനൊക്കെയാണല്ലോ പാർട്ടി നേതൃത്വം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ ഈ പറഞ്ഞ പോലെ തെരുവിൽ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ തീരുമാനിക്കില്ല. ശരിയെന്ന് അതിലും വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വിജയത്തിൽ ഒരു സംശയമില്ല എന്ന് തന്നെയാണ് AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സമീർ C. മുഹമ്മദ്, മീഡിയ 1.